വിശോകനോടും ഞാൻ യാത്ര പറഞ്ഞു കഴിഞ്ഞു. തോഴരെ, നിങ്ങളുടെ പൗത്രരും പിന്നെ അവരുടെ പൗത്രരും, കുരുക്ഷേത്രത്തിൻ്റെ ഗാഥകൾ, പരീക്ഷത്തിൻ്റെ പിന്മുറക്കാർക്ക് വേണ്ടി അഗ്നികുണ്ഡങ്ങൾക്ക് ചുറ്റുമിരുന്നു പാടും. അപ്പോൾ അവരുടെ വശ്യവചസ്സുകളിൽ ഞാൻ ആരാവുമെന്ന് എനിക്കറിയില്ല. വലിയ വയറും വലിയ വായുമുള്ള ദുര്യോധന മണ്ഡപത്തിലെ പ്രതിമയുടെ രൂപത്തിൽ ശ്രോതാക്കളുടെ മുമ്പിൽ എൻ്റെ ചിത്രം തെളിഞ്ഞ് അവർ ചിലപ്പോൾ ചിരിച്ചേക്കാം. അല്ലെങ്കിൽ 10,000 മതഗജങ്ങളുടെ ശക്തിയോടെ ആകാശത്ത് ശിരസും ഭൂമിയിൽ പാദങ്ങളുമായി നിൽക്കുന്ന ഘോര രൂപം കണ്ട് അവർ നടുങ്ങിയേക്കാം. എന്തായാലും അവർ ഗാഥകൾ തുടരട്ടെ. മഹാപ്രസ്ഥാനത്തിനൊരുങ്ങിയ 4 ഉറങ്ങിക്കഴിഞ്ഞു. ദ്രൗപദിയും. ഭീമസേനന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. കഥകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് സൂതരെ നിങ്ങൾ പറയാറുള്ളത് പോലെ. യാത്രാമംഗളം. തോഴരെ, നിങ്ങൾക്കും എനിക്കും. 1933 ജൂലൈ 15 ജന്മം കൊണ്ട മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT വിടവാങ്ങി. ആശിച്ച വേഷം അരങ്ങിലാടി വിജയശ്രീലാളിതനായി മടങ്ങി. അപൂർവം മനുഷ്യർക്ക് മാത്രം ലഭിക്കുന്ന സുഹൃതം. എന്നാൽ MTയുടെ കഥാപാത്രങ്ങളെല്ലാം ആശിച്ച വേഷം അരങ്ങിലാടാൻ ആവാതെ വീണുപോയ നരജന്മങ്ങളാണ്. അവരുടെ ജീവിത പ്രതിസന്ധികളാണ്, ആത്മസംഘർഷങ്ങളാണ് MT കൃതികളിൽ എമ്പാടും തെളിഞ്ഞു കാണുന്നത്. വളർത്തുമൃഗങ്ങളിൽ നിന്ന് തുടങ്ങിയ യാത്ര അനേകം ഇത്തരം കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. അതിന് അദ്ദേഹത്തെ തുണച്ചതാകട്ടെ സ്വന്തം ജീവിത പരിസരവും. മനുഷ്യ മനസ്സുകളിലേക്കുള്ള ആഴമേറിയ നോട്ടങ്ങളാണ് MTയുടെ ഓരോ കൃതിയും. കൃതികൾ മനുഷ്യകഥാനുഗായികൾ എന്നാണല്ലോ ചൊല്ല്. മനുഷ്യകഥകളെല്ലാം നോവിൻ്റെ കഥകളാണ്. മൈ സ്വീറ്റസ്റ്റ് സോങ്സ് ആർ ദോസ് വിച്ച് ടെൽ ദ സാഡസ്റ്റ് സ്റ്റോറീസ് എന്ന് PB ഷെല്ലി. MTയിലെത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഇത് ശരിയാണെന്ന് ബോധ്യപ്പെടുന്നു. കഥകളും തിരക്കഥകളുമായി, നോവല്ലയും നോവലുകളുമായി, യാത്രാവിവരണങ്ങളായി, ലേഖനങ്ങളായി മനുഷ്യൻ എന്ന പ്രഹേളിക അനാവരണം ചെയ്യപ്പെടുന്നു. വള്ളുവനാടൻ സംസ്കൃതിക്ക് തിങ്ങളനീര് പകരുന്ന നിളാനദിയുടെ തീരവാസിയായിരുന്ന ഈ കൂടല്ലൂർക്കാരന് ഗ്രാമ്യജീവിതത്തിൻ്റെ ഉള്ളറകളായിരുന്നു ഏറെ പഥ്യം. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലെ മലയാളക്കരയിൽ പിറവിയെടുത്ത കഥാകാരൻ കണ്ടറിഞ്ഞത്, കൊണ്ടറിഞ്ഞത്, കേട്ടറിഞ്ഞത് മറ്റൊരു ലോകമായിരുന്നു. ജന്മിത്വത്തിൻ്റെ, ആൺകോയ്മയുടെ, ജാതിവ്യവസ്ഥയുടെ, അശരണതയുടെ ഒരു ലോകം. തകർന്നടിയുന്ന തറവാടുകളെ കണ്ടു അദ്ദേഹം. ദാരിദ്ര്യത്തിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ, കാമനകളുടെ, ക്രോധത്തിൻ്റെ, പ്രണയത്തിൻ്റെ, പകയുടെ, ഏകാന്തതയുടെ ലോകങ്ങൾ. ഓരോ കാഴ്ചയും ഓരോ മുറിവായിരുന്നു ഹൃദയാലുവായ ഈ കഥാകാരന്. അപ്രിയ കാഴ്ചകളുടെ ആധിക്യമായിരിക്കാം MTയെ ഒരു മൗനിയാക്കി തീർത്തത്. അങ്ങനെ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ MT എന്ന 2 അക്ഷരത്തിലേക്ക് ഒതുങ്ങി. ഒറ്റ വാക്കിൽ ഉത്തരം പറയുന്ന ആളായി മാറി. മൗനം MTയുടെ മുഖമുദ്രയായി. എന്നാൽ എഴുത്തിൽ അദ്ദേഹം വാചാലനായി. വള്ളുവനാടൻ സംസ്കാരവും ശൈലിയും ഭാഷയും ഭൂപ്രകൃതിയുമാണ് മലയാളത്തിൻ്റെ മാനദണ്ഡം എന്ന നിലയിലേക്ക് ഈ പ്രതിഭ എത്തിച്ചു. അതിന് നിളാനദിയുടെ പ്രവാഹ സുഭഗത ഉണ്ടായിരുന്നു. അനവദ്യമായ ചാരുതയും ഉണ്ടായി. MT അങ്ങനെ മലയാള മനസ്സിൽ കുടിയേറി. ഇന്നേവരെ മറ്റാർക്കും അവകാശപ്പെടാൻ ഇല്ലാത്ത സ്ഥാനം
മലയാളത്തിൻ്റെ അക്ഷര സാമ്രാജ്യത്തിൽ MT നേടിയെടുത്തു. എന്താണ് MTയുടെ സവിശേഷത? അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ ഒളിപ്പിക്കുന്ന മഹാസാഗരത്തേക്കാൾ എല്ലാം അറിയുന്ന എൻ്റെ നിളയെയാണ് എനിക്കിഷ്ടം എന്ന തുറന്നു പറച്ചിലുണ്ട് ഈ സവിശേഷത. താനല്ലാത്തത് താനാണെന്ന് MT ഭാവിച്ചില്ല. തന്നെ ഒരു കളത്തിലും കെട്ടിയിടാനും അദ്ദേഹം അനുവദിച്ചില്ല. അതിനാൽ ആ കാഴ്ചകൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. ആ മൊഴികൾക്ക് സത്യസന്ധതയുടെ സ്പർശവും വേണ്ടുവോളമുണ്ടായിരുന്നു. ഈ ഏകാന്തപതികന്റെ പാദങ്ങൾ ആർക്കു വേണ്ടിയും പണയം വയ്ക്കപ്പെട്ടതല്ല. സ്ഥാനമാനങ്ങൾക്കായി കലഹിച്ചില്ല. മനുഷ്യപ്രകൃതത്തെ ഉൾക്കാഴ്ചയോടെ നിരീക്ഷിച്ചതിനാൽ മനസ്സുകളുടെ ചാഞ്ചല്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് നന്നായി അറിയാമായിരുന്നു. അതിനാൽ ആ സൂക്ഷ്മലോചനങ്ങൾ ആത്മാംശം ഉൾക്കൊള്ളിച്ചു തന്നെ കഥാപാത്രങ്ങളെ കണ്ടു, മനുഷ്യരുടെ വൈചിത്ര്യങ്ങളെ മനസ്സിലാക്കി. MTയുടെ ഒരു കഥാപാത്രവും MTയിൽ നിന്ന് അന്യമല്ല. പച്ചയിൽ കത്തിവേഷത്തെയും കത്തിയിൽ പച്ചവേഷത്തെയും മഹാനായ ഈ കലാകാരൻ ദർശിച്ചു. സമൂഹ ധാർമ്മികതയ്ക്കുള്ളിലെ കാപട്യം കണ്ടറിഞ്ഞു. കുട്ടിയേടത്തിയിൽ, ഇരുട്ടിലെ ആത്മാവിൽ, ഓപ്പോളിൽ എല്ലാം അനുവാചകൻ അവയെ തിരിച്ചറിഞ്ഞു. നാലുകെട്ടിൽ, അസുരവിത്തിൽ, കാലത്തിൽ ധീരരെ, നിഷേധികളെ MT പരിചയപ്പെടുത്തി. സ്വാതന്ത്ര്യാനന്തര കേരളത്തിലെ അതിവേഗം ചലനാത്മകമായ സാമൂഹ്യ വ്യവസ്ഥിതിയെ കൂടല്ലൂരിൽ നിന്ന് അദ്ദേഹം നോക്കിക്കണ്ടു. പാരമ്പര്യ സമൂഹവും അതിൻ്റെ ജീർണതകളും ജീവിതപ്രേമവും കലാകാരന്റെ മനസ്സിൽ ഇടം പിടിച്ചു. ആയിരത്തി 1977 മരണമെന്ന രംഗബോധമില്ലാത്ത കോമാളി അരികിലെത്തി. പക്ഷേ പതുക്കെ പിന്മാറുകയും ചെയ്തു. അതോടെ ആ ജീവിതം രണ്ടാം ഊഴത്തിലേക്ക് പ്രവേശിച്ചു. ഈ രണ്ടാം ഊഴത്തിലാണ് അദ്ദേഹം രണ്ടാം ഊഴം എഴുതിയത്. രണ്ടാം ഊഴക്കാരനായിരുന്നിട്ടും ജീവിതത്തിന്റെ മഹാരഥിയിൽ എന്നും പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഭീമസേനനെ MT മഹാഭാരതത്തിൽ നിന്നും വായിച്ചെടുത്തു. യുധിഷ്ഠിരനും അർജുനനും അരങ്ങുവാഴുമ്പോൾ മാനവികത ചോദ്യം ചെയ്യപ്പെടുന്ന വൃഗോദരൻ, പാഞ്ചാലിയോടുള്ള അടങ്ങാത്ത പ്രണയം, അവൾക്കായി ഏറ്റെടുക്കുന്ന സാഹസങ്ങൾ, അവളുടെ അർജുനനോടുള്ള പ്രണയാധിക്യം, തൻ്റെ വേദനകൾ, സങ്കടങ്ങൾ, ക്രോധങ്ങൾ, ഒറ്റപ്പെടലുകൾ, വൈകാരിക സംഘർഷങ്ങൾ, അങ്ങനെ യുദ്ധകളത്തിലെ ആ ധീരയോദ്ധാവിൻ്റെ പിന്നാമ്പുറ കാഴ്ചകൾ രണ്ടാം ഊഴം വരച്ചുകാട്ടി. കഥകളിൽ എന്ന പോലെ, മഞ്ഞ് എന്ന എക്കാലത്തെയും ക്ലാസിക് നോവലയിൽ എന്ന പോലെ, തൻ്റെ നോവലുകളിൽ എന്ന പോലെ ദൃശ്യസാഹിത്യത്തിലും MT പതിപ്പിച്ച മുദ്ര അതുലമാണ്. വടക്കൻ പാട്ടെന്ന നാടോടി ഇതിവൃത്തത്തിൽ നിന്ന് വാറ്റിയെടുത്ത വടക്കൻ വീരഗാഥ, ചന്തുവിൻ്റെ വൈകാരിക സന്ത്രാസങ്ങൾ, അമൃതം ഗമയിലെ കുറ്റബോധം വേട്ടയാടുന്ന ഡോക്ടർ, സതയത്തിലെ മനോവിഭ്രാന്തിയിൽ അകപ്പെടുന്ന നായകൻ, പഞ്ചാഗ്നിയിലെ ഇന്ദിര, പെരുന്തച്ഛൻ, താഴ്വാരത്തിലെ പ്രതികാരദാഹി, യൗവനങ്ങളുടെ കഥ പറയുന്ന അരണ്യകം, നഖക്ഷതങ്ങൾ എന്ന് സ്വന്തം ജാനകിക്കുട്ടി, വൈശാലി, എത്രയെത്ര ചിത്രീകരണങ്ങൾ, എന്തെന്ത് വൈവിധ്യങ്ങൾ! സംവിധായകനായി, തിരക്കഥാകൃത്തായി, അഭിനയ പ്രതിഭകൾക്ക് അമരത്വമേകുന്ന കഥാപാത്രങ്ങളെ നൽകി മലയാള സിനിമയുടെ ഭാവുകത്വം മാറ്റിയെഴുതിയ അപൂർവ പ്രതിഭ. പത്രപ്രവർത്തനത്തിൽ പത്രാധിപരായിരുന്ന കാലമത്രയും പ്രതിഭകളെ കണ്ടെടുത്തു, മലയാളത്തിന് സമ്മാനിച്ചു.
2 തവണ സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷം വഹിച്ചു. വിവാദങ്ങൾക്ക് തിരികൊളുത്തിയില്ല. രാഷ്ട്രീയത്തെ അക്കാദമിയിൽ പ്രവേശിപ്പിച്ചുമില്ല. എല്ലാ ഭേദങ്ങൾക്കും അപ്പുറമുള്ള സാംസ്കാരിക ഇടമാക്കി തുഞ്ചൻ പറമ്പിനെ അക്ഷരസ്നേഹികൾക്കായി സമർപ്പിച്ചു. ആർത്തിയോടെ വായിച്ചു. തൻ്റെ കാലത്തെ, ലോകത്തെ തിരിച്ചറിഞ്ഞു. അക്കാദമി അവാർഡുകൾ, ജ്ഞാനപീഠ പുരസ്കാരം, പത്മവിഭൂഷൺ എന്നിവയെല്ലാം MTയിലേക്ക് എത്തി. അന്തസ്സോടുകൂടിയ ഒരു പൂർണ്ണ ജീവിതം സാധ്യമാക്കിയാണ് MT മടങ്ങുന്നത്. മലയാളക്കരയ്ക്ക് നെഞ്ചോട് ചേർത്ത് വയ്ക്കാൻ ഒട്ടനവധി അമൂല്യ രത്നങ്ങൾ അദ്ദേഹം പകർന്നു. മലയാളത്തിൻ്റെ ഹൃദയത്തെ തൊട്ടറിഞ്ഞു. മാനവികതയുടെ, സാമൂഹ്യ വ്യവസ്ഥിതിയുടെ, കേരള ചരിത്രത്തിൻ്റെ, ബന്ധങ്ങളുടെ സങ്കീർണതകളുടെ, നൈർമല്യത്തിൻ്റെ ആവിഷ്കാരങ്ങളാണ് MTയുടെ സൃഷ്ടികൾ. 2015 കവി ശ്രീ വി മധുസൂദനൻ നായർ ആവശ്യപ്പെട്ടതനുസരിച്ച് മലയാള പ്രതിജ്ഞ ബോർഡിൽ ഇങ്ങനെ കുറിച്ചു: മലയാളമാണ് എൻ്റെ ഭാഷ. എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, എൻ്റെ ആകാശമാണ്, ഞാൻ കാണുന്ന നക്ഷത്രമാണ്, എന്നെ തഴുകുന്ന കാറ്റാണ്, എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർ വെള്ളമാണ്, എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ്. ഏത് നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ്. എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ്. 2018 കേരള സർക്കാർ ഇത് അംഗീകരിച്ച് ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായി സ്വീകരിച്ചു. 2024 ഡിസംബർ 25 രാത്രി. രംഗബോധമില്ലാത്ത കോമാളി വീണ്ടുമെത്തി. ഇത്തവണ MT മടിച്ചു നിന്നില്ല. കൃതകൃത്യനായി ഒപ്പം ഇറങ്ങി നടന്നു. വയലോപ്പിള്ളിയുടെ നിര്യാണത്തിൽ കവി സച്ചിദാനന്ദൻ എഴുതിയതുപോലെ, ദാ നോക്കുവാനിൽ പൂർണ്ണചന്ദ്രനായി അവൻ വീണ്ടും. എത്ര കണ്ടാലും മതിവരാത്ത നിളാനദിയുടെ കുഞ്ഞോളങ്ങളിലും പുളിനങ്ങളിലും ആതിര നിലാവിൻ്റെ പൂമ്പുടവ ചാർത്താൻ MT എന്ന പ്രിയ കഥാകാരൻ യാത്രയായി. മഹാനായ ഈ അക്ഷരസ്നേഹിയുടെ നടന്നു തേഞ്ഞ പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം.